ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ SCERT പുതിയ മലയാള ഭാഗങ്ങൾ എടുത്തു തുടങ്ങുകയാണ്. അപ്പോൾ SCERT പഴയ ക്ലാസ്സുകൾ 3 മുതൽ +1 വരെയൊക്കെ നമ്മൾ ഫ്രണ്ട്ലി PSCയുടെ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴും ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നോക്കി ഈ ക്ലാസ്സിൽ ഇന്ന് ആദ്യമായിട്ട് വരുന്നവർ അതും കൂടെ പഠിക്കുക കേട്ടോ. അപ്പോൾ പുതിയ ഭാഗത്ത് വരുന്ന പല വാക്കുകളും പഴയതിലുള്ളതും കൂടാണ്, എന്നാലും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ടെക്സ്റ്റിലുള്ളതും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ SCERTയും പുതിയ SCERTയും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ ഈ SCERT മലയാളം ഞാൻ എടുക്കുന്നത് പോലെ, ഇപ്പോൾ ഞാൻ എടുക്കാൻ തുടങ്ങുമ്പോഴേ കമൻറ്റ് വരും SCERT ഇംഗ്ലീഷ് വൊക്കാബുലറി കൂടെ എടുത്തു തരുമെന്ന്. അപ്പോൾ SCERT ഇംഗ്ലീഷ് വൊക്കാബുലറി ലെച്ചൂസ് എജ്യൂ ടിപ്സിൽ ലെച്ചു മിസ് ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മലയാളം കണ്ടിട്ട് ഇംഗ്ലീഷും കൂടെ വേണമെന്നുള്ളവർ ലെച്ചു മിസ്സിൻ്റെ ചാനലിൽ പോയാൽ ഇംഗ്ലീഷും നിങ്ങൾക്ക് കിട്ടും. 3ാം ക്ലാസ് മുതലാണ് മിസ്സും എടുത്തു തുടങ്ങുന്നത്. 3 മുതൽ 10 വരെ മിസ് അവിടെ എടുക്കും. 3 മുതൽ 10 വരെ മലയാളം ഞാൻ ഇവിടെയും എടുക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. 3ാം ക്ലാസ് ആണെന്ന് വിചാരിച്ച് വിട്ടുകളയാൻ നിൽക്കേണ്ട, ഇതൊക്കെ SCERT വാക്കുകളാണ്. അപ്പോൾ SCERT ന്യൂ 3ാം ക്ലാസ്. ആദ്യത്തെ വാക്കാണ് അർക്കൻ. അർക്കൻ എന്താണ്? സൂര്യനാണ്. അർക്കൻ സൂര്യൻ. മുൻകാല ചോദ്യമാണ്, നമ്മളുടെ ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. PYQ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബുക്ക് പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. PYQ എന്നുള്ളത് പഠിച്ചിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. PYQ മാത്രം പഠിച്ചവനും അവന്റെ ഭാഗ്യം കൊണ്ട് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് PYQ മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളും പഠിച്ചിട്ടേ പോകാവുള്ളൂ. അർക്കൻ സൂര്യനാണ്. ഇനി തരു. തരു എന്താണ്? തരു മരമാണ്. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. എന്താ, നമ്മൾ മരങ്ങളോട് എപ്പോഴും എന്താ, തരൂ, ഫലം തരൂ, ഇല തരൂ, തടി തരൂ, എല്ലാം നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലേ, മേടിച്ചെടുക്കും. ചോദിക്കൊന്നുമില്ല, പോയി വെട്ടിയെടുക്കുകയാണ്. അപ്പൊ എല്ലാം തരുന്നത് നമ്മുടെ മരമാണെന്ന് ഓർത്താൽ തരു മരം ഓർത്തു വയ്ക്കാം. പിന്നെ പാദപം PSC ചോദിച്ചിട്ടുള്ളതാണ്. പാദപം എന്താ? പാദപം മരമാണ് അല്ലെ. അതായത് പാദം കൊണ്ട് പാനം ചെയ്യുന്നത്, വേര് കൊണ്ട് വലിച്ചെടുക്കുമല്ലേ, പാദപം മരമാണ്. അപ്പൊ തരൂനും PYQ ഇട്ടിട്ടുണ്ട്, അതും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത വാക്കാണ് രശ്മി. രശ്മിക്കും PYQ ഇട്ടിട്ടുണ്ട്, അതും ചോദിച്ചതാണ്. രശ്മി, കിരണം. ബാക്കി ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട്? മയൂഖം ചോദിച്ചിട്ടുണ്ട്. മയൂഖം ഇതിനൊരു പര്യായമാണ്, രശ്മി എന്ന് തന്നെയാണ്. പിന്നെ അംശു, അത് SCERTയിലുള്ളതാണ്. അംശു എന്താണ്? അംശു കിരണമാണ്. അപ്പൊ മയൂഖം, അംശു, ഇതൊക്കെ ഓർക്കണം. പിന്നെ ത്വരം. ത്വരം നമ്മൾ നോർമലി നാടൻ പ്രയോഗത്തിലൊക്കെ പറയാറുള്ളതല്ലേ ത്വരം. ത്വരം എന്തെന്നാണ്? പണി, ജോലി, അധ്വാനം എന്നൊക്കെയാണ് അർത്ഥം. ത്വരം പണി, ജോലി, അധ്വാനം. പിന്നെ പട. പട എന്താ? യുദ്ധമാണ്. ഒരു ശൈലി ഉണ്ടല്ലോ, പന്തിക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും. ഭക്ഷണത്തോടുള്ള ആർത്തി, ജോലി ചെയ്യാനുള്ള മടിയെ കാണിക്കുന്ന ഒരു ശൈലിയാണ്. അപ്പൊ പട യുദ്ധമാണ്. പിന്നെ പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തംകുളത്തി പട, അങ്ങനെയും ഒരു ശൈലി ഉണ്ടല്ലോ. ഇനി അടുത്തത് ബിംബം. ബിംബം എന്ന് വെച്ചാൽ ഛായ, പ്രതിബിംബം എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ ശാഖ. ശാഖ എന്താണ്? ശാഖ കൊമ്പാണ്. ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ കരം. കരം എന്താണ്? കൈ. കൈയുടെ മറ്റു പര്യായങ്ങൾ PSC ഏതൊക്കെ ചോദിച്ചു? ബാഹു ചോദിച്ചു, ബാഹു കൈയാണ്. ഭുജം ചോദിച്ചു, ഭുജം കൈയാണ്. അപ്പൊ ബാഹു, ഭുജം, കരം, ഇതൊക്കെ കൈയാണ്. പിന്നെ കിനാവ്. കിനാവ് എന്താണ്? സ്വപ്നമാണ്. പിന്നെ മന്ദഹാസം. മന്ദഹാസമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. മന്ദഹാസം ചിരിയാണ്. പിന്നെ ഘടകപദങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പദങ്ങളുടെ ഭാഗത്ത് ചോദിക്കാവുന്ന ഒരു 3 വാക്കുകളാണ് SCERT 3ാം ക്ലാസ്സിലുള്ളത്. തെന്മല മരങ്ങൾ. എന്താണ്? തെന്മലയിലുള്ള മരങ്ങളല്ലേ തെന്മല മരങ്ങൾ. അപ്പോ തെന്മലയിലുള്ള മരങ്ങൾ ആണ് ഡാഷ്. എന്ത്? തെന്മല മരങ്ങൾ. അപ്പൊ തെന്മലയിലെ മരങ്ങൾ തെന്മല മരങ്ങൾ. പിന്നെ ഉള്ളത് വിശ്വപ്രസിദ്ധം. വിശ്വപ്രസിദ്ധം എന്താ അർത്ഥം? ലോകത്താകെ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? വിശ്വപ്രസിദ്ധം. അപ്പൊ ലോകത്താകെ അറിയപ്പെടുന്നത് വിശ്വപ്രസിദ്ധം. അടുത്തത് വിചിത്രരൂപൻ. എന്താണ് വിചിത്രരൂപൻ എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? വിചിത്രമായ രൂപത്തോട് കൂടിയവനാണെന്ത്? വിചിത്രരൂപൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഒരു 4 ശൈലിയാണ് വന്നേക്കുന്നത്. അരി എറിഞ്ഞാൽ 1000 കാക്ക. എന്താണ് അർത്ഥം? സൗഭാഗ്യത്തിന്റെ ഫലം അനുഭവിക്കാൻ എല്ലാവരും കാണും. നമുക്ക് ദുരന്തം വരുമ്പോഴോ ഒരു മനുഷ്യൻ കാണത്തില്ല. അപ്പൊ അരി എറിഞ്ഞാൽ 1000 കാക്ക, സൗഭാഗ്യത്തിന്റെ ഫലം അനുഭവിക്കാൻ എല്ലാവരും. അരി എറിഞ്ഞാൽ 1000 കാക്ക, സൗഭാഗ്യത്തിന്റെ ഫലം അനുഭവിക്കാൻ എല്ലാവരും വരും.
അടുത്തത് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. അപ്പൊ കാക്കയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ശൈലിയും പഴഞ്ചൊല്ലും ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ളതാണ് കേട്ടോ. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറഞ്ഞാൽ എന്താ? ആകെ ബഹളമാണ്. പിന്നെ ആലിൻകായ വഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. എന്താണ്? ആഗ്രഹം ഫലവത്താകാറാകുമ്പോൾ അതിന് വിഘാതം വരിക. ആഗ്രഹം ഇപ്പം നടക്കും, അത് നടക്കാറാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഘ്നങ്ങൾ വരുന്നതിനാണ് ആലിൻകായ വഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. ഇനി അടുത്തതാണ് ഒരുമ തന്നെ പെരുമ. നിങ്ങൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം. പിന്നെ നമ്മുടെ ബുക്കിന്റെ ന്യൂ എഡിഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ബുക്കിൽ എന്തൊക്കെയുണ്ട്? PSC സിലബസ് പ്രകാരമുള്ള 13 സെക്ഷൻ, അതായത് പദശുദ്ധി, വാക്യശുദ്ധി, പര്യായം, അതെല്ലാം ഉണ്ട്. പിന്നെ PSC സിലബസിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ചോദിക്കുമല്ലോ, സന്ധി, സമാസം, അങ്ങനെ കുറെ കാര്യങ്ങൾ, അതും ഉണ്ട്. പിന്നെ SCERT പഴയതും ഉണ്ട് പുതിയതും ഉണ്ട്. ഇതൊക്കെ ചുമ്മാ ചപ്പ് ചവറ് പോലെ കൊടുത്തേക്കുന്നതല്ല. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം. PSC ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ PYQ എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? പഠിക്കുമ്പോൾ PYQ നോക്കിയാൽ പഠിക്കുക. അതായത് ഒട്ടും സമയമില്ലാത്തവന് ബുക്ക് എങ്ങനെ പഠിക്കണം, പിന്നെ നന്നായിട്ട് മലയാളം അറിയാവുന്നവൻ എങ്ങനെ പഠിക്കണം, മലയാളം ഒട്ടും അറിയാത്തവൻ എങ്ങനെ പഠിക്കണം, ഇതെല്ലാം ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മനസ്സിലാവും എങ്ങനെയാണെന്ന്. പിന്നെ SCERT ഉണ്ടെന്ന് പറഞ്ഞു. 2000-ലധികം മുൻകാല ചോദ്യങ്ങൾ, അതായത് 2025 ഓഗസ്റ്റ് വരെയുള്ള 2000-ലധികം മുൻകാല ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്താണ് നമ്മുടെ ബുക്ക് ഇറക്കിയിരിക്കുന്നത്. അതായത് ഓൾ ഇൻ വൺ ആണ്. സിലബസ്, പുറത്തുനിന്ന് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ഭാഗം ഉൾപ്പെടുത്തി, SCERT പഴയത് പുതിയത്, 2000-ലധികം മലയാളം മുൻകാല ചോദ്യങ്ങൾ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വിത്ത് കോഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ SCERT 3ാം ക്ലാസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇനി നമുക്ക് SCERT 4ാം ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുപോലെ മലയാളത്തിന്റെ പെയ്ഡ് ക്ലാസ്സുകൾ ഫ്രണ്ട്ലി PSC ആപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലാസ് ഒക്കെ ഓക്കെ ആണെന്നുള്ളവർ ഫ്രണ്ട്ലി PSC ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.